ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന റെസിപ്പി ക്രിസ്തുമസ് പ്ലം കേക്ക്. വളരെ രുചികരമായ ഒരു പ്ലം കേക്കാണിത്. വളരെ സോഫ്റ്റും രുചികരവുമായ ഈ പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കിയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്കൊരു ബൗളെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു അരിപ്പാത്തട്ട് വെച്ച് കൊടുക്കാം. 250 ml ഒരു കപ്പിൽ നമുക്ക് 2 കപ്പ് മൈദ എടുത്ത് നമുക്ക് ഈ അരിപ്പാത്തട്ടിലൂടെ നമുക്കൊന്ന് അരിച്ച് മാറ്റാം. ഇങ്ങനെ വീണ്ടും നമുക്കൊരു കപ്പ് മൈദ കൂടി എടുത്ത് അതും കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അടുത്ത കപ്പ് എടുക്കുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. സ്പൈസസ് നമുക്കിട്ട് കൊടുക്കാം. 2 കഷ്ണം ജാതിക്കയുടെ കഷ്ണവും ഒരു 3 ചെറിയ പീസ് പട്ടയും ഒരു 6 ഗ്രാമ്പുവുമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത നമ്മുടെ പഞ്ചസാര ഒരു അരിപ്പപാത്രത്തിലിട്ട് നമുക്കൊന്ന് നന്നായി അരിച്ചെടുത്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. സ്പൈസസിൻ്റെ തരികളുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ഓറഞ്ച് എടുത്ത് അതിൻ്റെ മേൽഭാഗത്തെ തൊലി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വളരെ കനം കുറച്ച് വേണം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ ഉള്ളിലെ ആ വെള്ളത്തൊലി ഇതിൽ പെടാൻ പാടില്ല. അത് കളഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കാം. 2 ഓറഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ഓറഞ്ചിൻ്റെ അല്ലിൻ്റെ നടുവിൽ കൂടെ നമുക്ക് പൊളിച്ച് അതിനുള്ളിലെ കുരുകളെല്ലാം നമുക്ക് നീക്കം ചെയ്യാം. ഇങ്ങനെ എല്ലാ ഓറഞ്ചിൻ്റെ അല്ലിയും നമുക്ക് പൊളിച്ചെടുത്ത് കുരു മാറ്റിക്കളയാം. എന്നിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഞാൻ പഞ്ചസാര അടിച്ചെടുത്ത മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ഇതൊന്ന് അടിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് അരിപ്പയിലിട്ട് അരിച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ജ്യൂസൊക്കെ ബൗളിലേക്ക് വീണ ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാറ്റി വച്ചിരിക്കുന്ന നമ്മുടെ ഓറഞ്ച് ജ്യൂസിലേക്ക് 1/4 കപ്പ് ബദാം പരിപ്പ് അരിഞ്ഞതും 1/2 കപ്പ് ഉണക്കമുന്തിരിയും, കറുത്ത ഉണക്കമുന്തിരിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഡ്യൂട്ടി ഫ്രൂട്ടി നമുക്കൊരു 2 കപ്പ് ചേർത്ത് കൊടുക്കാം. അതും ഞാൻ ഒരു 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 കപ്പിലായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രം. ഇനി നമുക്ക് ഇതിലേക്ക് ഈത്തപ്പഴം 1/2 കപ്പ് ചെറുതായി അരിഞ്ഞത് കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞെടുത്ത ഓറഞ്ചിൻ്റെ തൊലി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കനം കുറച്ച് നമുക്ക് ചേർത്തെടുത്ത ഓറഞ്ചിൻ്റെ തൊലി കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 മണിക്കൂർ നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് ചെറുതായി അരിഞ്ഞത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ കേക്കിൽ അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ താഴ്ന്നു പോവാതിരിക്കാനാണ് നമ്മൾ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൗളിലേക്ക് 3 കോഴിമുട്ട എടുക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് ഈ കോഴിമുട്ട നമുക്കതിലേക്കൊന്ന് ഉടച്ച് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പൊടിച്ചെടുത്ത നമ്മുടെ പഞ്ചസാരയും സ്പൈസസും നമുക്കിതിലേക്കിട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം. നന്നായി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര കാരമൽ ഉണ്ടാക്കാം. അതിനായി നമുക്കൊരു പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇതുപോലെ പരത്തി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. പാൻ ചൂടാകുമ്പോൾ പഞ്ചസാര ഉരുകി തുടങ്ങും. നന്നായി ഇവിടെ ഉരുകി വന്നാൽ തീ നല്ലവണ്ണം കുറച്ച് വെച്ച് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാൻ.
ഇനി നമുക്കിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ പഞ്ചസാരയെല്ലാം വീണ്ടും കട്ട പോലെയാവും. പഞ്ചസാരയെല്ലാം കട്ട പോലെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും തീ ഹൈ ഫ്ലെയിമിലേക്കിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം. ഇനി നമുക്കൊരു കടായി വെച്ച് ഇതിലേക്ക് നമുക്ക് 2 കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. നമുക്ക് ബട്ടർ മെൽറ്റാക്കി എടുക്കുന്നത് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ പുരട്ടി കൊടുക്കാനാണ് ബട്ടർ ചൂടാക്കിയിരിക്കുന്നത്. ഉരുക്കിയെടുത്ത ബട്ടർ നമുക്ക് കേക്ക് ടിന്നിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം ബട്ടർ പേപ്പർ നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ മീതേക്കും നമുക്ക് ബട്ടർ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ സൈഡിലെല്ലാം ബട്ടർ പേപ്പർ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ എല്ലാ സൈഡിലും നമുക്ക് ബട്ടർ പേപ്പർ ഒട്ടിച്ചെടുത്ത് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ബാക്കിയുള്ള ബട്ടർ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന മിശ്രിതത്തിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി സോഫ്റ്റ് ആവാൻ ഇത് വളരെ നല്ലതാണ്. കേക്ക് വളരെ രുചികരവുമായിരിക്കും ഇങ്ങനെ ചെയ്താൽ. നമ്മൾ മാറ്റി വച്ചിരുന്ന നമ്മുടെ ഡ്യൂട്ടി ഫ്രൂട്ടിയിൽ ബാക്കിയുള്ള നട്ട്സിലെല്ലാം നമുക്ക് 2 ടീസ്പൂൺ മൈദ നമുക്കൊന്ന് ഇട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 250 ml 2 കപ്പ് മൈദപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തത്. അത് കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാൻ. കുറേശ്ശെ ഇട്ട് നല്ല റൗണ്ടിൽ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കാരമലൊന്ന് ചേർത്ത് കൊടുക്കാം. അതും നമുക്ക് ഇതുപോലെ ഒന്ന് 2 സെക്കൻഡ് റൊട്ടേറ്റ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ 2 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി ബാക്കിയുള്ള കാരമൽ സിറപ്പും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി നമുക്കിതുപോലെ നന്നായി ഒന്ന് മിക്സാക്കി കൊണ്ടിരിക്കാം. നന്നായി എല്ലാ ഭാഗത്തേക്കും ഇത് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ പൊടിച്ചെടുത്ത പഞ്ചസാര അതും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും സ്പൈസസും ചേർത്ത് പൊടിച്ചെടുത്ത് വെച്ച നമ്മുടെ മിശ്രിതം നമുക്കിതിലേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് എടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടി കാരമൽ സിറപ്പ് ബാക്കിയുള്ളത് കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിക്നെസ് ആയതിനാൽ ഒന്ന് ലൂസാവാൻ വേണ്ടിയാണ് ബാക്കിയുള്ള കാരമൽ കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അതും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് നമുക്ക് മിക്സാക്കി കൊണ്ടിരിക്കാം. ഇനി നമുക്കിതിലേക്ക് നട്ട്സുകൾ ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസിലും മൈദമാവിലും കുഴച്ചെടുത്ത നമ്മുടെ നട്ട്സുകൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ നട്ട്സും നമുക്കിതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. 2 സെക്കൻഡ് നേരം നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മൈദപ്പൊടി ചേർത്ത അണ്ടിപ്പരിപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് ഇതിലേക്ക് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിലും എല്ലാ ഭാഗവും നന്നായി ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊണ്ടിരിക്കാം. ഇങ്ങനെ ഒരു 2 സെക്കൻഡ് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് മുഴുവനായി നമുക്കിതിലേക്ക് ഈ മിശ്രിതം മുഴുവനും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ മുഴുവനും ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായി എല്ലാ സൈഡിലും ഒന്ന് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. പാത്രത്തിലുള്ളതെല്ലാം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബബിൾസ് വരാതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അടി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്ത് ഇതൊന്ന് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം.
നമുക്കൊരു കുക്കർ എടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് ഒരു തട്ട് കൂടി നമുക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനിതാ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നു. തീ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ ബേക്ക് ചെയ്തു. 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കേക്ക് ഞാൻ തുറന്നത്. നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേക്ക്. ഞാൻ ഒരു ഈർക്കിളി വെച്ച് കുത്തി കൊടുത്തു. നന്നായി വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി വെന്തിട്ടുണ്ട് എൻ്റെ കേക്ക്. നന്നായി പൊന്തി വന്നിട്ടുമുണ്ട്. ഇനി ഞാനിത് തണുക്കാനായി മാറ്റി വെക്കുകയാണ്. ഞാനിത് തണുക്കാനായി മാറ്റി വെച്ചു. പിറ്റത്തെ ദിവസം ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുത്തതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്തത്. മക്കൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തത്. വളരെ രുചികരവും സോഫ്റ്റുമായ ഈ കേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു. തീർച്ചയായും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഈ ക്രിസ്മസിന്. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.